പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ആണ്. ഇതിൻ്റെ മറ്റൊരു പേര് കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ. ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള അതിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ കോസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ എടുക്കാറുള്ളത്. ഇത് അനാലിസിസ് ചെയ്യാറുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഓർ വയാബിലിറ്റി മെഷർ ചെയ്യുന്ന ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വയാബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്. ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന കമ്പേഴ്സ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ചില സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കാണാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. ചില മെറ്റീരിയലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കാണാറുണ്ട്, ഐ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, PVB ഡിവൈഡഡ് ബൈ ഐ എന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് മെഷർ ബെനിഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ വാല്യൂ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോൻ്റെ വാല്യൂ 1 കൂടുതലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് എക്സീഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. ഇവിടെ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് കൂടുതലും പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് കുറവുമാണ് 1 കൂടുതലാണെങ്കിൽ. അതിനർത്ഥം എന്താണ്, ഒരു യൂണിറ്റ് ഓഫ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ അതിന് കൊടുക്കുന്ന കോസ്റ്റിനെക്കാട്ടി കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്റ്റ് എന്താണ്, ഫേവറബിൾ പ്രൊജക്റ്റാണ്, അതേപോലെ ഫിനാൻഷ്യലി വയബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് പറയുന്നത് BCR = 1. BCR 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ഈക്വൽസ് ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റും പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റും ഈക്വലാണ്. ഈ കേസിൽ പ്രൊജക്റ്റ് ബെനിഫിറ്റ് ആർ ജസ്റ്റ് ഇനഫ് ടു കവർ ഇസ് കോസ്റ്റ്. പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റ് കോസ്റ്റിനെ കവർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വിത്തൗട്ട് ജനറേറ്റ് അഡീഷണൽ സർപ്ലസ്. ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള സർപ്ലസ് ഉണ്ടാവില്ല, പുതുതായിട്ട് പ്രോഫിറ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഈസ് ഓഫൺ കൺസിഡേർഡ് ബോർഡ് ലൈൻ കേസ്. ദ ഫർദർ അനാലിസിസ് ഓർ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് മേ ബി നീഡഡ്. ഇതിന് ഫർദർ അനാലിസിസ് ആവശ്യമുണ്ട്. ഇവിടെ ബെനിഫിറ്റും കോസ്റ്റും ഈക്വലാണ്. ഇനി മറ്റൊരു കേസിൽ BCR <1 ആണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് എക്സീഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്. ബെനിഫിറ്റിനെക്കാട്ടി കൂടുതലായിരിക്കും അതിന് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് എന്താണ്, നോട്ട് ഫിനാൻഷ്യലി വയബിൾ. ഇത് കൂടുതലായിട്ട് കോസ്റ്റ് വരുന്ന പ്രൊജക്റ്റാണ്. ഓക്കെ, ഈ 1 കുറവുള്ളത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് റെക്കമെൻഡ് ചെയ്യാറ് ഇല്ല എന്നാണ് പറയുന്നത്. കീ കൺസിഡറേഷൻ ഓഫ് BCR അനാലിസിസ്. BCR അനാലിസിസിൻ്റെ കീ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ടൈമിംഗ്. ഇവിടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ അനാലിസിസ് BCR കൺസിഡർ ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോ എടുക്കുന്നുണ്ട്. ഇറ്റ് ഡിസ്കൗണ്ട് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആൻഡ് കോസ്റ്റ് ടു ദെയർ പ്രസൻറ്റ് വാല്യൂ ടേക്കിംഗ് ടു അക്കൗണ്ട് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. അടുത്ത ഡിസ്കൗണ്ട് റേറ്റ്. ദ ചോയ്സ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ് ഇസ് BCR അനാലിസിസ് ക്രൂഷ്യലി. ചോയ്സ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് BCR അനാലിസിസ് ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കുമ്പോൾ ഇത് റിഫ്ലക്ട് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതേപോലെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണും. ദ ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് പ്രൊജക്റ്റ് റിസ്ക് പ്രൊഫൈൽ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം പ്രൊജക്റ്റ് റിസ്ക് പ്രൊഫൈലിൽ, ഓർഗനൈസേഷൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതേപോലെ കോസ്റ്റ് ബെനിഫിറ്റ് എസ്റ്റിമേഷൻ. ഇതിൽ അക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് അതുപോലെ തന്നെ ബെനിഫിറ്റും അനാലിസിസ് നടത്തുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഓക്കെ, ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ്. BCR അനാലിസിസ് മേ നീഡ് ടു അക്കൗണ്ട് ഫോർ ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് കോസ്റ്റ്, എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മിറ്റിഗേഷൻ. ഓക്കെ, ദ മേ നോട്ട് ഹാവ് ഡയറക്റ്റ് മോണിറ്ററി വാല്യൂ ബട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റും കോസ്റ്റും എടുക്കുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ബ്രാൻഡ് റെപ്യൂട്ടറേഷൻ, ഇംപ്രൂവ്മെൻറ്റ്, അതേപോലെ കോസ്റ്റായിട്ട് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മിറ്റിഗേഷൻ, സോഷ്യൽ ബെനിഫിറ്റ്, ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഡിസിഷൻ റൂൾ വിത്ത് BCR. ഇതിലെ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കാറുള്ളത് BCRൻ്റെ വാല്യൂ >1 ആയിട്ടുള്ളതാണ് നമ്മൾ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് വിത്ത് ഹയർ BCR ഇൻഡിക്കേറ്റ് മോർ ഫേവറബിൾ കോസ്റ്റ് ബെനിഫിറ്റ് റിലേഷൻഷിപ്പ് ഇംപ്ലൈയിങ് ദാറ്റ് പ്രൊജക്റ്റ് ജനറേറ്റ് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് റിലേറ്റീവ് ടു ഇസ് കോസ്റ്റ്. ഇനിയിപ്പോൾ ഒന്നിലധികം പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഹയർ BCR ഉള്ളതാണ് നമ്മൾ എടുക്കാറുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. വെൻ കമ്പയറിംഗ് മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് ദ പ്രൊജക്റ്റ് വിത്ത് ഹയസ്റ്റ് BCR. Overall benefit cost ratio provide quantitative measure of economic efficiency and attractive of പ്രൊജക്റ്റിൻ്റെ ഈ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ
എക്കണോമിക് എഫിഷ്യൻസിയും അതിൻ്റെ അട്രാക്റ്റീവും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യുന്ന എന്തിനെ ഡിസൈഡ് ബൈ കമ്പയർ എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ഡിസിഷൻ മേക്കിംഗ് ആസസ് ദ വാല്യൂ ഓഫ് പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രയോറിറ്റി പ്രൊജക്റ്റ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ബെനിഫിറ്റ് റിലേഷൻഷിപ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ എടുക്കുന്നത് BCR ആണ്. ഇവിടെ കോസ്റ്റും ബെനിഫിറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ BCRയുടെ വാല്യൂ 1 കൂടുതലുള്ള എടുക്കണം. 1 പ്രൊജക്റ്റ് വാല്യൂറ്റ് ചെയ്യുകയാണെങ്കിൽ 2 1 കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് BCR ഉള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് BCR എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. ഓക്കെ, താങ്ക് യു.